എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇതാരടാ എഴുതിയെന്ന്. ഞാൻ പറഞ്ഞ് ഞാനാ എഴുതിയെന്ന് പറഞ്ഞു. അതൊരിക്കലുമല്ല. അവിടെ പിന്നെ ചെത്തൊഴിലാളികൾ ഈ അന്ന് അതൊക്കെ ഉണ്ട്, കത്തിയില്ലേ, കത്തിയൊക്കെ എടുത്ത് ചെത്തൊഴിലാളികൾ നിൽക്കും. പ്രസംഗം തുടങ്ങിയാൽ പിന്നെ ഒരു കുട്ടിയും പോവില്ല. വെറുതെ മുദ്രാവാക്യം വഴി പോരാ എന്ന രീതിയിൽ എനിക്ക് പഴയത് പറയുമ്പോൾ ഉള്ളൊരു പ്രശ്നം. ഞാൻ സാറിന് ആദ്യമായിട്ട് പരിചയപ്പെടുന്ന എതിർപതികളുടെ ആദ്യമാണ്. അന്ന് മഹാരാജസിൽ രാജസരം പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങളെ വന്ന് വിളിച്ചു. അന്ന് വന്നു, തോറ്റുപോയി ആ ഇലക്ഷനിൽ. ആ ഇലക്ഷന് രമേശനൊക്കെ ജയിക്കുകയായിരുന്നു. അതിന് തൊട്ടടുത്ത ഇലക്ഷനും ഞാൻ തന്നെയാണ് സാറിനെ തന്നെയാണ് വിളിച്ചത്. അന്ന് ഞങ്ങൾ ജയിച്ചു. ഒരു വർഷം കൊണ്ട് ആ കോളേജ് വരുത്തിയ മാറ്റമാണ്. അപ്പം അതിനിടയ്ക്ക് ഞാൻ പലതവണ അന്നപ്പോൾ SFID യൂണിറ്റ് സെക്രട്ടറിയായി ഈ 72 തോൽവിയെ തുടർന്ന്. അപ്പോൾ സഖാവിനെ വന്ന് പലപ്പോഴും കാണുകയും എങ്ങനെ വേണം, എന്ത് വേണം, കാരണം മഹാരാജസിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയല്ലേ. അന്ന് ഇങ്ങനെ ഒന്ന് വിളിക്കാൻ കാരണം എന്താണെന്നറിയാം, പ്രസംഗം തുടങ്ങിയാൽ പിന്നെ ഒരു കുട്ടിയും പോവില്ല. പ്രസംഗം കേൾക്കാൻ ഏതാണ്ട് കേട്ടിട്ടുള്ളവരൊക്കെ വരുമെന്നും അറിയാം. അപ്പം അതുകൊണ്ടാണ് ഇലക്ഷൻ ഉദ്ഘാടനത്തിന് നിങ്ങളെ തന്നെ വേണമെന്ന് തീരുമാനിച്ചത്. എങ്ങനെ ഈ പ്രസംഗ കല സ്വായത്തമാക്കിയത്, എന്നാ തുടങ്ങിയത്? പ്രസംഗകല എന്ന് പറയാൻ എനിക്കറിയില്ല. അത് നാട്ടിലെ പാർട്ടിയുടെ പ്രചരണത്തിന് വള്ളത്തെ മൈക്ക് കെട്ടി ആണ്. അപ്പോൾ ഞാൻ കൊച്ചാണ്, ഒരു 7-8 വയസ്സുണ്ട്. അപ്പോൾ എന്നെയും കൂടി എൻ്റെ ചിറ്റമ്മയുടെ മകൻ വാസുദേവൻ, പുള്ളി എന്നെയും കൂടി കൂട്ടിക്കൊണ്ടുപോകും വള്ളത്തെ ഇരുത്ത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് സംസാരിപ്പിക്കും. അങ്ങനെയാണ് സംസാരം തുടങ്ങുന്നത്. ഇത് ചെറിയ രീതിയിൽ സംസാരിച്ചു. അത് പിന്നെ ഒരു ഫ്ലുവൻ്റായിട്ട് വർത്താനം പറയുന്ന രീതിയിലോട്ട് വന്നു. അതൊരു പിന്നെ ഒരു 10-12 വയസ്സായപ്പോൾ കാര്യങ്ങളൊക്കെ വർത്താനം പറയാവുന്ന രീതിയിലായി ഞാൻ. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്നു? സ്കൂളിൽ. അപ്പോൾ ഞാൻ 12ാമത്തെ വയസ്സിലാണ് SFI ചേരുന്നത്. ഗോമാധവൻ വന്നിട്ട് ഒരു യൂണിറ്റ് രൂപീകരിക്കുക. അപ്പോൾ അന്ന് നമ്മുടെ നക്സൽ രാമേന്ദ്രൻ അഖിലേന്ത്യാ സെക്രട്ടറി ഇല്ലേ, ബോൾഷെവിക്, അതെ അതെ അതെ, KN രാമേന്ദ്രൻ, അയാൾ അവിടുത്തെ സ്റ്റുഡൻ്റാണ്. പിന്നീട് അയാൾ അവിടുത്തെ റിക്കാർഡ് മാർക്കാണ് അയക്കല്ല, അയാൾ ഇൻ്റർവ്യൂവിനും അങ്ങനെ എല്ലാത്തിനും. അപ്പോൾ അയാളൊന്ന് ആ യൂണിറ്റിൽ അയാളുണ്ട്. CK ലില്ലിയുണ്ട്, പെരുമ്പഴ ഗോപാലകൃഷ്ണൻ്റെ ഭാര്യ. അവരെല്ലാം സീനിയറാണ്. എൻ്റെ ഈ ചിറ്റമ്മയുടെ മകൻ ചേട്ടൻ ആണ് സെക്രട്ടറി ആയിട്ട് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു മെമ്പർഷിപ്പ് അതാണ്. പിന്നെ അത് ആ രംഗത്ത് പിന്നെ വർത്തമാനം പറയാൻ തുടങ്ങി. ആളുകൾ, പ്രത്യേകിച്ചും ഇവർ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നവർ, ഇപ്പോൾ ഒന്ന് ഗൗരിദാസ് നേരെ, അയാൾ വീട്ടിലാണ് താമസം. പിന്നെ CK വിശ്വനാഥൻ്റെ പ്രസംഗം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. ഒരു ഒളിവിൽ കഴിയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ ആ രീതിയിൽ പിന്നെ അവരോടൊരു സിമ്പതിയും തുടങ്ങിയിട്ടുണ്ട്. അത് സത്യമാണ്. അവരിവിടെ വന്നാൽ ഭക്ഷണം കഴിക്കാതെ പട്ടിണിയൊക്കെ ആയിട്ടാണ് കയറി വരുന്നത് രാത്രിയിൽ. ആ ഭക്ഷണത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ചോറ് ഉരുട്ടിയാൽ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. അങ്ങനെ ഒരു സ്ഥിതി. 3-4 ദിവസം പട്ടിണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവരെല്ലാം വന്നത്. അങ്ങനെ അന്നത്തെ വൈക്കത്തെ നേതാക്കന്മാരിൽ ശ്രീനിവാസൻ മാത്രമേ കൂടുതലായിട്ട് വരാതുള്ളൂ. ബാക്കി എല്ലാവരും അവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം എൻ്റെ ഒരു ചേട്ടൻ അധ്യാപകൻ, മൂത്ത ചിറ്റമ്മയുടെ മകൻ, ഇളയറ്റമ്മയുടെ മക്കൾ, ഇവരെല്ലാം പാർട്ടിയായി. ആദ്യമായിട്ട് സംസാരിച്ച പൊതുയോഗം ഓർമ്മയുണ്ടോ? അത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. സ്കൂളിൽ
ഒരു സ്കൂളിൽ ഡിബേറ്റിംഗ് സൊസൈറ്റിയിൽ കയറിപ്പോൾ സംസാരിച്ചത് യഥാർത്ഥത്തിൽ അന്നൊരു പ്രബന്ധം എഴുതി തന്നത് ഗൗരിദാസ് നായരാണ്. ഞാനതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു. അവിടെ ഇരുന്ന് അധ്യാപകനെന്നത് കറക്റ്റ് ഇതിൽ അവിടെ എനിക്ക് നയിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അയാൾ ഇത് തന്നെ നമുക്ക് 2-3 പ്രാവശ്യം ചർച്ച ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചർച്ച നടക്കുമ്പോൾ അന്നത്തെ ഹെഡ്മാസ്റ്റർ ഒരു ദാമോദരൻ പിള്ളയാണ്. അയാളൊരു പ്രോഗ്രസീവാണ് ആൾ. അയാൾ വന്ന് ഇത് കേട്ടിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഈ പ്രബന്ധം വാങ്ങിച്ചുകൊണ്ട് പോയി. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇതാരടാ എഴുതിയത്? ഞാൻ പറഞ്ഞ് ഞാനാ എഴുതിയെന്ന് പറഞ്ഞു. അതൊരിക്കലും അല്ല, അത്ര ആയിട്ടില്ല, നീ ആകണം. എന്നോട് പറഞ്ഞ വായിക്കണം, പുസ്തകങ്ങൾ വായിക്കണം, സ്വന്തമായിട്ട് എഴുതണം. ഇങ്ങനെ എഴുതി തരുന്നത് മാത്രം പോരാ, എന്നിട്ട് സംസാരിക്കണം. ആ ഒരു പൊതു സംസാരം ഒരുപക്ഷെ അതായിരിക്കും. അയാൾ വിളിച്ചുകൊണ്ട് പോകുമ്പം അധ്യാപകൻ മറ്റ് വിദ്യാർത്ഥികളൊക്കെ ധരിച്ച് വലിയ ശിക്ഷയാണ് വരാൻ പോകുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു ഇങ്ങനെ തന്നെ പറഞ്ഞു, മാർക്സൊക്കെ പഠിക്കണം, നന്നായി പഠിക്കണം, വെറുതെ മുദ്രാവാക്യം വിളി പോരാ എന്ന രീതിയിൽ. എനിക്ക് പഴയത് പറയുമ്പോൾ ഉള്ളൊരു പ്രശ്നം. അയാളെ പിന്നീട് ഞാൻ കാണുന്നത് മുണ്ടശ്ശേരി മന്ത്രിയായിരിക്കുമ്പോൾ ഇയാൾക്ക് വേഗം പ്രമോഷൻ കൊടുക്കുന്നുണ്ട്. ഹെഡ് മാഷ് എന്ന് DD അങ്ങനെ പോകുന്നുണ്ട്. ആ സർവീസിലുള്ളതായിരിക്കും എന്നാലും. പക്ഷേ അയാൾ എടുത്ത ഒരു സ്ഥിതി ഇതാണ്. ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു അധ്യാപകൻ, അത് പിന്നെ അതിൻ്റെ മുകളിലത്തെ ക്ലാസ്സില്ല, ശിപായി ലഹള എന്ന് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ അയാൾ വന്ന് അതിൽ ഇടപെടുന്നു. എപ്പോഴും എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പുള്ളി കയറി പറഞ്ഞു, അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അധ്യാപകനൂടെ അതൊന്നാം സ്വാതന്ത്ര്യ സമരമാണ്, കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കണം. ഇതിപ്പോൾ പറഞ്ഞ 3 പേരുകൾ പറഞ്ഞു: PS ശ്രീനിവാസൻ, CK വിശ്വനാഥൻ, ഗൗരിദാസൻ നായർ. ഇതിൽ ആദ്യം പറഞ്ഞ 2 പേരെയും കേരളത്തിനൊക്കെ ഇപ്പോഴും ഓർമ്മയൊക്കെയുണ്ട്. എന്നാൽ ഗൗരിദാസൻ സാവിനെ ഇപ്പോൾ അങ്ങനെ ആരും അധികം ഓർക്കാറില്ല. എനിക്ക് അദ്ദേഹത്തെ ഓർമ്മ വരുന്നത്, ഞങ്ങൾ മഹാരാജാസിൽ ക്ലാസ് എടുക്കാൻ കൊണ്ടുപോകാമായിരുന്നു. ഇവിടെ വന്നിട്ട് രാജസാറിനെ കൊണ്ട് പറയിച്ചിട്ട് സ്ഥിരമായിട്ട് ക്ലാസ് എടുക്കാൻ ഇവിടെ നിന്ന് അവിടെ വരെ വരുന്ന ഒരാളായിരുന്നു. ഗൗരിദാസൻ കുറിച്ചുള്ള ഒരു ഓർമ്മകൾ എന്താ, വിലയിരുത്തൽ എന്താ? ഞാൻ പറഞ്ഞല്ലോ, ഗൗരിദാസ് നായർ വീട്ടിൽ വരുമ്പോൾ വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹം ചൊറിയൊക്കെ പിടിച്ച് അങ്ങനെ ഭക്ഷണം കഴിക്കാതെ അങ്ങനെയൊക്കെയാണ് എവിടെ നിന്നെങ്കിലും കയറി വരുന്നു. അത് ഞങ്ങളുടെ വീട്ടിൽ വന്നതല്ല, നമ്മുടെ ഉമാദേവിയുടെ വീട്ടിൽ ചെല്ലുമ്പോഴും അങ്ങനെ തന്നെ. എപ്പോഴും വായനയാണ്. അതിന് ഉള്ള പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി അവിടെ തന്നെ വയ്ക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. മാവോ ചിന്തകളൊക്കെ ആ കാലത്ത് തന്നെ ഏറ്റവും ശക്തിയായി വായിച്ചുകൊണ്ടിരിക്കും. പാർട്ടി സാഹിത്യങ്ങളെല്ലാം കൃത്യമായി വായിച്ചുകൊണ്ടിരിക്കും. പിന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാകുന്നത്. അദ്ദേഹം അവിടുത്തെ ഏറ്റവും വലിയൊരു സമ്പന്നൻ്റെ മകനായിരുന്നു. വൈക്കം ടൗണിൽ അവിടെ ആദ്യം ഒരു തിയേറ്റർ തുടങ്ങുന്നത് മുരുകൻ തിയേറ്റർ അയാളാണ്. ഇന്ന് നമ്മൾ KSEBയുടെ ഒരു ഇത് കാണുന്ന ആ വല്ലകം, ആ പ്രദേശം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. അതുപോലെ മുറിഞ്ഞപുഴ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ കാണുന്ന, ഇപ്പോൾ തൈത്തലയല്ല, മുമ്പ് തൈത്തലയായിരുന്നു, ആ പ്രദേശം മുഴുവൻ ഏക്കർ കണക്കിന് ഭൂമി എങ്ങനെയായിരുന്നു. അദ്ദേഹം സിലോണിൽ നിന്ന് വന്ന് സമ്പന്നനായിട്ട് തന്നെ നിന്നു. അതിൻ്റെ ഇടയിൽ എന്തോ മാറി, തകർന്നു, തരിപ്പണമായി ഒന്നുമില്ലാതെ ഈ മുറിഞ്ഞപുഴയിലുള്ളത് കാഞ്ഞിരപ്പള്ളിക്കാർ ലേലത്തിൽ പിടിച്ചു. അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥിതിയായിട്ട് ഗൗരിദാസ് നായരുടെ വീട് പട്ടിണിയായി. ഗൗരിദാസ് നായരുടെ അനിയൻ്റെ കൂട്ടുകാരനാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്ന ആ സ്ഥിതി സോമ ചൂടൻ. പിന്നെ ഗൗരിദാസൻ നായരെ മനസ്സിലാകുന്നത് ഒരു പങ്കജാക്ഷൻ നായർ
ഒരു വാടക വീട് എടുത്തു കൊടുത്തിട്ട് അവിടെയാണ് അമ്മയും ദേവദാസൻ നായരുടെ പെങ്ങളും ഈ സോമചൂടനും താമസിക്കുന്നത്. ഈ ഗൗരിദാസൻ നായർ കുറച്ച് നാൾ നക്സലിസത്തിലേക്കൊന്നും പോയി. അത് വരുന്നത് പ്രത്യേക കാലഘട്ടത്തിലാണ്. അത് കഴിഞ്ഞ് പുള്ളി 57 ഗവൺമെൻറ്റൊക്കെ വന്ന് ആ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഖാദി ബോർഡിൽ ഒരു ജീവനക്കാരനെ എന്തോ ഉയർന്ന ഉദ്യോഗസ്ഥൻ. ആ സമയത്ത് പുതുവാളൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. അതിനകത്ത് അയാളന്നേരം ആദ്യം പോയപ്പോഴത്തേക്ക് ഈ രംഗത്തിൽ നിന്നല്ല ഒരു മാറ്റം വന്നിരുന്നു. അപ്പോൾ പിന്നെ അതിൽ നിന്ന് പിന്നെ നമ്മുടെ പാർട്ടി രണ്ടായതിന് ശേഷം ആണ് അവിടെ നിന്നത് വിട്ടു വന്നത്. അവിടെ നിന്നത് വിട്ട് നാട്ടിലോട്ട് വരുമ്പോഴും വേറെ ഒരു വലിയ ഇതൊന്നുമില്ല. പ്രാക്ടീസ് തുടങ്ങാൻ തീരുമാനിച്ചെങ്കിലും വലിയ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. പിന്നെ തീവ്രവാദത്തിൽ നിന്ന് തിരിച്ച് പാർട്ടിയിലേക്ക് വന്നു അല്ലേ? അപ്പോഴാണ് ഞങ്ങൾ മഹാരാഷ്ട്രയിലേക്ക് വിളിക്കാൻ തുടങ്ങി. അതെ, പാർട്ടിയിലോട്ട് വരുമ്പോഴാണ് നിങ്ങൾ വിളിച്ചത്. അത് അപ്പുറമില്ല. അത് കഴിഞ്ഞിട്ടും ആണ് പിന്നെ പുള്ളി അതൊരു പാർട്ടി വിട്ട് തീവ്രവാദത്തിൽ തന്നെ നിൽക്കുന്നു, എന്നാൽ അല്ല എന്നുള്ള നിലയിൽ തന്നെ വാങ്ങുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലോട്ട് വരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ ശക്തിയായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ പുള്ളി 65 കഴിഞ്ഞ് 70 തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പുള്ളി സജീവമാണ്. 65 അങ്ങായിട്ടില്ല കൊയ്ക്കത്ത് തിരഞ്ഞെടുപ്പ്. അപ്പോഴാണ് CPIക്കാർ അതിരൂക്ഷമായി ആക്രമിക്കുന്ന സ്ഥിതി വരുന്ന പുള്ളിയെ. അങ്ങനെ പുള്ളി TV പുരത്ത് ചെന്ന് തത്മേഷിൻ്റെ ശവകുടീരത്തുനിന്നൊരുകൂടി മണ്ണുമൊക്കെ എടുത്തുകൊണ്ട് വന്ന് ടൗണിൽ നിന്നൊരു പ്രതിജ്ഞയും. അന്നൊക്കെ വൈക്കം വിശ്വൻ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു പേര് എനിക്കില്ല. ഇല്ല, എൻ്റെ വീട്ടിലും ആരും ഒരു ഓമന പേരിട്ട് വിളിച്ചിട്ടില്ല. വിശ്വനാഥൻ എന്നേ വിളിച്ചിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനെ വൈക്കം വിശ്വം അതൊരു 65 തിരഞ്ഞെടുപ്പിൽ ഞാൻ JDT ഇസ്ലാമിൽ നിന്ന് തിരിച്ചു വന്ന് വിദ്യാർത്ഥി രംഗത്ത് നിൽക്കാൻ ചാത്തുണ്ണി മാഷ് പറഞ്ഞല്ലോ. ഞാൻ വരുമ്പോൾ ഞാൻ BA ഇത് പൂർണ്ണമായും വിജയിച്ചിരുന്നില്ല. അന്നാമത് എഴുതിയേക്കാന്ന് പറഞ്ഞ് വീട്ടുകാരെ നിർബന്ധിച്ചിട്ട് അന്ന് അവിടെ കോട്ടയത്ത് നിന്ന് പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ വിദ്യാർത്ഥി പൂർണ്ണമായിട്ടും KSFൻ്റെ സംഘടനാ പ്രവർത്തനം ഉണ്ടാക്കുകയാണ്. ഇത് AISF എന്ന് മാറാൻ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാവരും ജയിലിൽ കിടക്കുകയാണ്, ആരും പ്രസംഗിക്കാനില്ല. അതൊരു അങ്ങനെ എറണാകുളത്തൊക്കെ നമ്മൾ പിണറായി വിജയനെ കൊണ്ടൊക്കെ ഉദ്ഘാടനമൊക്കെ ചെയ്യിച്ചാൽ പറവൂർ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുന്ന പിണറായി വിജയനായിരുന്നു അന്ന് 65. ഞാൻ തന്നെ ഓരോരുത്തരെ കൊണ്ടുപോയി ഓരോ സ്ഥലത്ത് കൊടുക്കാനും എറണാകുളംകാർ പറഞ്ഞിട്ട് അന്ന് ഞാൻ എറണാകുളംകാരനായിട്ടാണല്ലോ അവരുടെ മുമ്പിൽ. അപ്പം അതുകൊണ്ട് ഞാൻ കൊടുത്തത് 65. അപ്പോൾ കോട്ടയത്ത് ആരുമില്ല. അപ്പോൾ പിന്നെ പ്രസംഗിക്കാൻ ഈ വേറെ ഒന്നുമില്ല, സംഘടനയൊന്നുമില്ലല്ലോ. അപ്പം പ്രസംഗിച്ചിട്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്, പാർട്ടി കാര്യങ്ങളുമല്ല. അതിന് ഞാൻ ഇറങ്ങി പ്രസംഗം തുടങ്ങി. അപ്പോൾ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ കോർണർ യോഗം. അത് കഴിഞ്ഞാൽ പിന്നെ പബ്ലിക് മീറ്റിംഗ്. ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കോട്ടയംകാർ പറഞ്ഞു, അപ്പോൾ എന്നെ നമ്മുടെ സ്ഥാനാർത്ഥിയെ എതിർക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി എൻ്റെ ഒരു കസിൻ്റെ ബ്രദറിലാണ്. ആ കസിൻ്റെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ MP ഗോവിന്ദൻ നായരുടെ ഇളയ സിസ്റ്ററെ മാരേജ് ചെയ്തിരിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ വാസുദേവൻ എന്ന് പറഞ്ഞ ആളുടെ ചേട്ടൻ. എല്ലാവരും പാർട്ടിക്കാരാണ്. അത് കല്യാണം കഴിച്ചെന്ന് വെച്ചാൽ അവർക്കൊരു മാറ്റവും. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഒരു പ്രശ്നമാണെന്നുള്ള നിലയിൽ അന്നത്തെ പാർട്ടിക്കാരെ പറഞ്ഞ് നമുക്കൊരു വൈക്കത്തെ കൊച്ചു വിശ്വനും പറഞ്ഞാൽ മതി. അപ്പോൾ K വിശ്വനുണ്ട്, CK വിശ്വനുണ്ട്, വൈക്കത്തൊരു കൊച്ചു വിശ്വൻ. ഓക്കെ, അങ്ങനെ കൊച്ചു വിശ്വൻ, അതാണ് വൈക്കം വിശ്വനായി. അങ്ങനെയാണ് ഈ വൈക്കം വിശ്വം വീണത്. അതെ, ഞാൻ ഇടയ്ക്ക് മഹാരാഷ്ട്ര പഠിക്കുമ്പോൾ ചന്ദ്രപ്പനൊക്കെ കൂടി വടയാർ PV എന്നൊക്കെ പേരൊക്കെ ഇട്ട് വിളിച്ചു. എന്ത് P വിശ്വനാഥനാണല്ലോ, വടയാർ PV എന്നൊക്കെ ഇട്ട് വിളിച്ചു. അല്ലാതെ ഞാൻ എൻ്റെ വീട്ടിലോ നാട്ടിലോ അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നില്ല.
അങ്ങനെയാണ് ഈ വൈക്കം വിശ്വൻ അതെ. തരും. പക്ഷെ സഖാവിന് വൈക്കം വിശ്വൻ എന്നുള്ള പേരിൽ പിന്നീട് അത് ആ പേരിൽ അറിയപ്പെടുന്നുള്ളൂ എന്ന്. പിന്നെ ആളുകളുടെ ഓർമ്മയിൽ ഞാനത് അംഗീകരിച്ചു. അതനുസരിച്ച് ഈ നോമിനേഷനും അതൊക്കെ കൊടുക്കുമ്പോൾ ആ പേരൊക്കെ വെച്ചാൽ നമ്മുടെ പാർട്ടി സഹാക്കളുടെയും ഒക്കെ ഓർമ്മയിൽ ഈ വിദ്യാർത്ഥി യുവജന നേതാവ് എന്നുള്ളൊരു സങ്കല്പമാണ്. അത് നിങ്ങളാ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഏറ്റവും ദീർഘനാൾ ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിരിക്കും. 12ാം വയസ്സിൽ SF ചേർന്നു. SFI രൂപീകരിക്കുമ്പോഴും ഉണ്ടോ? അപ്പോൾ മാറി ഉണ്ടല്ലോ, ലോ കോളേജിൽ പഠിക്കുന്നുണ്ട്. അല്ല, SFI രൂപീകരിക്കുമ്പോൾ ഞാൻ അത് പോയിട്ടില്ല. ഞാൻ പോയിട്ടില്ല. ലോ കോളേജ് യൂണിയൻ ലോ കോളേജിൽ അപ്പോഴുണ്ട്. അപ്പോൾ SFIയുടെ ഏക ചെയർമാനോ ഒന്നോ രണ്ടോ ചെയർമാന്മാരുള്ളതിൽ ഒന്ന് ഞാനാണ്. ലോ കോളേജ് ചെയർമാൻ. അതെ, 71-72 ലോ കോളേജ് ചെയർമാനാണ്. ഒരു 20-25 വർഷം നീണ്ട ഒരു വിദ്യാർത്ഥി യുവജന പ്രവർത്തന പാരമ്പര്യമാണ്. 20 വർഷം അത് കൊണ്ടുവരും വന്നേക്കും. അതായത് ഞാൻ വിദ്യാർത്ഥി രംഗത്ത് 12ാമത്തെ വയസ്സ് വരുന്നു. ഒരു 8ാം ക്ലാസ്സിലാകുമ്പോൾ ഞാൻ SF-ൻ്റെ യൂണിറ്റ് സെക്രട്ടറി ആയി. വൈക്കത്ത് അല്ല, തലയോലപ്പറമ്പ്. ഈ ഇപ്പോൾ ബഷീർ മെമ്മോറിയൽ സ്കൂൾ, പഴയ ഹയർ സെക്കൻഡറി സ്കൂൾ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 10ാം ക്ലാസ് ആകുമ്പോൾ താലൂക്ക് സെക്രട്ടറി ആയി. അപ്പോൾ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ആയി. അപ്പോൾ ഇത് 10ാം ക്ലാസ് എന്ന് പറയുന്നത് 57. ഓ, സർക്കാർ തന്ന സമയം. ആ, അന്ന് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ആയി. അത് കഴിഞ്ഞ് അന്ന് തോമസ് ചായനാംകുന്നേല മറ്റാണ് ജില്ലാ സെക്രട്ടറി. അന്ന് നമുക്ക് ആ കാലത്ത് ഈ സർക്കാർ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ ഇരിക്കുമ്പോൾ ഉള്ളൊരു വിദ്യാർത്ഥി പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഉള്ള ഓർമ്മകൾ എന്താണ്? കാരണം അന്നത്തെ സർക്കാരിനെതിരായിട്ടുള്ള വലിയ ഒരു പ്രക്ഷോഭത്തിൻ്റെ തുടക്കം വിദ്യാർത്ഥി മേഖലയിൽ നിന്നാണ്. നമ്മുടെ ഒരിണ സമരം, വൈക്കവും അതിനോട് ബന്ധപ്പെട്ട് വരുന്ന അവിടെ കുറച്ച് പ്രക്ഷോഭമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കാലത്തെ വിദ്യാർത്ഥി സംഘടന പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്താ ഓർമ്മയുള്ളത്? ആ കാലത്ത് ഇപ്പം ഞങ്ങൾ സ്കൂളിൽ ശക്തിയായിട്ട് നിന്ന് ഇതിനെ എതിർക്കാനുള്ളൊരു ശ്രമമുണ്ട്. പക്ഷേ ഉള്ളടക്കത്തിൽ നമ്മളെക്കാൾ സ്വാധീനം മറ്റവർക്കാണ്. KSU എന്ന് പറയുന്നത് ശരിയല്ല, എതിരായിട്ട് വിമോചന സമരത്തിൻ്റെ ബന്ധത്തോടു കൂടി നിൽക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ താലൂക്ക് അടിസ്ഥാനത്തിൽ പോകണം. ഞാൻ എല്ലായിടത്തും നടന്നാണ് പോകണം. ഈ സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലോട്ട് അങ്ങനെ നടന്ന് പോകും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ തലയോലപ്പറമ്പിൽ നിന്ന് അവിടെ ഒരു പാലാങ്കട, ഇപ്പോൾ പാലാണ്, ആ പാലം അവിടെ കടത്തി കിടന്ന് കരിപ്പാടം കടത്തി കിടന്ന് ബ്രഹ്മംഗലത്ത് പോയി, ബ്രഹ്മംഗലത്ത് നിന്ന് വന്ന് ഇങ്ങനെ ഒരു പാലം, അത് കഴിഞ്ഞ് നടന്ന് കുലശേഖരമംഗലം. അപ്പോൾ ഏതാണ്ട് നടന്ന് കുലശേഖരമംഗലത്ത് പോയി ചിലപ്പോൾ ഭക്ഷണം കഴിക്കൂ. ഭക്ഷണം അവിടെ തരുന്ന പ്രസന്നകുമാരനെ അറിയായിരിക്കും, മരിച്ചുപോയ ഒരാൾ. അയാളുടെ അച്ഛൻ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ആളാണ്. അവരുടെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഭക്ഷണമൊക്കെ തരും. അതിനല്ല എല്ലാ വീട്ടിൽ നിന്നൊന്നും കിട്ടുമൊന്നുമില്ല. ആദ്യം ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഭക്ഷണമൊന്നും ഞാൻ കഴിക്കുകയില്ല. അത് എൻ്റെ ഒരു തകർന്ന ഫ്യൂഡൽ സംസ്കാരത്തിൻ്റെ ഫലമാണ്. അങ്ങനെ കഴിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് പിന്നെ പട്ടിണി വന്നപ്പോൾ എല്ലായിടത്തു നിന്നും കഴിക്കും. തരാത്ത കുറ്റം ഉണ്ടായിരുന്നു. അന്നൊക്കെ നടന്നിട്ട് എൻ്റെ നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ വിശന്നിട്ട് അടുത്തുള്ള ഒരു ചെറിയ ഹോട്ടലുണ്ട്, ഹോട്ടലിൽ മാർക്കറ്റിനോട് ഇപ്പുറം. അതിൽ കയറി ഞാനിരുന്ന് എനിക്ക് ഇലയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ റെഡിയായിട്ടിരിക്കുക. ചോറുമായിട്ട് വന്ന അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു എഴുന്നേക്കാൻ, ഇവിടെ ചോറില്ലെന്ന് പറഞ്ഞു. അതിന് നടന്ന് വീട്ടിൽ പോയി കഴിഞ്ഞു. ഇവിടെ ചോറ് വന്നിട്ട് പിന്നെ അവരുടെ വഴക്ക് ഞാൻ കേൾക്കുക. അങ്ങനെയൊക്കെയുള്ളൊരു അനുഭവം. അന്ന് ഇങ്ങനെ
കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വിദ്യാർത്ഥി വികാരം ഉയർന്നു വന്നത് SF-ൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ ബാധിച്ചു? SF ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. SF-ൻ്റെ പ്രവർത്തനം അത് പറയുമ്പോഴേ ഞങ്ങൾ വൈക്കം താലൂക്കിലെ മിക്കവാറും സ്ഥലങ്ങളിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ മുമ്പോട്ട് തന്നെ വന്നു. മുമ്പ് പറഞ്ഞ് നടന്നു തന്നെയാണ് പോകുന്നത് ഓരോ സ്കൂളിലും. അതിൻ്റെ ചെറിയ അനുഭവങ്ങളുണ്ട്. അപ്പം അന്ന് ഈ ആക്രമണങ്ങൾ തുടങ്ങി. ഞങ്ങളുടെ വൈക്കത്തിൻ്റെ കിഴക്കൻ ഭാഗം കടുത്തുരുത്തി മേഖലയിൽ നിന്നൊക്കെ നേരിട്ട് ശാരീരിക ആക്രമണം കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാർട്ടിയിൽ നിന്നൊരു തീരുമാനം എടുത്തു. ഈ വിദ്യാർത്ഥി പ്രവർത്തകരായ ഞങ്ങളായാലും ആരായാലും പോകുമ്പോൾ അതാത് സ്ഥലത്തെ പാർട്ടി ഓഫീസ് ബന്ധപ്പെട്ടിട്ടേ പോവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ അപകടത്തിലാവുമെന്ന് പറഞ്ഞു. അപ്പം ഞാനങ്ങനെ ഒരു ഇതിൽ തലയോലപ്പറമ്പിൽ നിന്ന് നടന്ന് പോകുമ്പോൾ ഞാൻ വിചാരിച്ചു അതിന് വലിയ കാര്യമില്ലെന്ന് വെച്ച് കടുത്തുരുത്തി നിന്ന് പാർട്ടി ഓഫീസിൽ കയറാതെ നേരെ കല്ലറയ്ക്ക് നടന്നു. നടന്നതിൻ്റെ ഒരു ഇടയ്ക്ക് വെച്ച് മധുരവേലിയിൽ നിന്ന് സ്ഥലത്തൊരു പള്ളിയുടെ അടുക്ക വന്നപ്പോൾ പള്ളിയിൽ ക്രിസ്റ്റഫർ പരിശീലനം നടക്കുക. അപ്പോൾ ക്രിസ്റ്റഫർ പരിശീലനത്തിൽ ഒരുത്തൻ വിളിച്ചു പറഞ്ഞു, അവനല്ലേ ഇടാ പോണേ. അപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നുണ്ട് എല്ലായിടത്തും. ആദ്യം കടുത്തുരുത്തി വന്ന് പ്രസംഗിക്കുമ്പോൾ ഭയങ്കര കൂവാണ്. അപ്പോൾ നമ്മുടെ അവിടെയുള്ള സഹാക്കൾ തൻ്റെടികളാണ്. ഈ അന്ന് KK ജോസഫുണ്ട്, ഒരു കൊച്ചു ജോസഫുണ്ട്, അതുപോലെ ഉള്ള കുറേ ആളുകൾ, അവരെല്ലാം കൂടി അങ്ങോട്ട് ഇറങ്ങി. ആരടാ കൂവുന്നവൻ്റെ വായ്പാഴും അത് നിർത്തിച്ചവർ ഞങ്ങളെ കൊണ്ട് പ്രസംഗിപ്പിച്ചു. അപ്പം അങ്ങനെ ഞാൻ കല്ലറ സ്കൂളിലോട്ട് പോവുകയാണ്. പക്ഷേ ഇവർ പുറകെ ഓടി. അപ്പോൾ പിന്നെ രക്ഷയില്ല, ഞാനും ഓടി. കല്ലറ അവിടെ ബോട്ട് വന്ന് അങ്ങെടുക്കും. അവിടെ ആ ഭാഗം വരെ ഞാൻ ഓടിയെത്തുമ്പോൾ താഴെയാണ് ബോട്ട് ജെട്ടി നിൽക്കുന്ന. അവിടെ നിന്ന് ഒരാളിങ്ങനെ കയറി വരുന്നു. എൻ്റെ പുറകെ വന്നവർ അയാളെ കണ്ടുകൊണ്ട് അതേ സ്പീഡിൽ പുറകോട്ട് പോയി. അപ്പോൾ ഞാനിങ്ങനെ ആളിനോട് ചോദിച്ചു, എന്താ കാര്യം? ഞാൻ കല്ലറ സ്കൂളിൽ വരാൻ SF-ൻ്റെ യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഉവ്വ്. അപ്പോൾ ഒരാശ്വാസമായി. അയാൾ പറഞ്ഞു, കടുത്തുരുത്തി ആഫീസിൽ കയറിയിട്ടാണോ വന്നതെന്ന് ചോദിച്ചു. അല്ല, പറഞ്ഞാൽ കേൾക്കാലല്ലോ എന്ന് ചോദിച്ചു. അയാളെ പറഞ്ഞു, ഇനിയിപ്പോൾ സ്കൂളിലോട്ട് പോകണ്ട, നമ്മൾ ഒന്ന് തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല, അതുകൊണ്ട് തിരിച്ച് വൈക്കത്തിന് പോക്കൊള്ളാം. അപ്പോൾ വൈക്കത്തിന് ബോട്ട് അയാൾ ബോട്ടിന് ടിക്കറ്റും എടുത്തു തന്നു. എനിക്കൊരു ചായയും വാങ്ങിച്ചു തന്നു. പിന്നീട് ആണ് മനസ്സിലാക്കണം, ഉല്ലല മെമ്മറി കേസിൽ പ്രതിയായി 57 ഗവൺമെൻറ് വന്നിട്ട് അവരെ അതിലാളാണ്. അതാണ് ആളെ കണ്ടപ്പോൾ ഓടിയത്. ഈ ഡേവിഡ് രാജനെയൊക്കെ കടുത്തൂത്തായിട്ടുള്ള ഇവിടെ ഇട്ട് ഭീകരമായി മർദ്ദിച്ച കേസുമൊക്കെ ഇതാണ്. അപ്പോൾ അത് നമുക്കറിയില്ലല്ലോ. പിന്നെ ഞാൻ ചെറുപ്പത്തിൽ നമ്മുടെ ഇവരുടെ വർത്തമാനവും മറ്റു കാര്യങ്ങളും. ഒരു ദിവസം ഒരു വലിയ പ്രകടനമല്ല, ഒരു 10-25 പേരുള്ള ഒരു പ്രകടനം. എല്ലാവരും വലിയ കൊടിയൊക്കെ പിടിച്ച് ഞങ്ങളുടെ മാർക്കറ്റിൻ്റെ ഇപ്പോഴും ആ കവല കാണാം. അവിടെ ഇങ്ങനെ നോക്കി അന്തം വിട്ട് നിൽക്കുമ്പോൾ ഇവരിങ്ങോട്ട് വരുന്നുണ്ട്. ഈ പ്രകടനം വരുമ്പോൾ എല്ലാവരും ഇങ്ങ് ഓടി മാറുക. അപ്പോൾ പ്രകടനത്തിൻ്റെ മുമ്പിൽ ഈ ലെനിൻ പിടിച്ചിരിക്കുന്ന രീതിയിൽ ഒരു കൊടിയും പിടിച്ച് ഒരു സഹാവുണ്ട്. അവർ ഈ ഞാൻ പറഞ്ഞ കല്ലറയ്ക്ക് പോവുക, ഇങ്ങനെ പാടശേഖരം വഴി പോകാൻ കാരണം ഈ ഞാൻ മുമ്പ് സൂചിപ്പിച്ച K. വിശ്വനാഥനും അതുപോലെ ശ്രീനിവാസൻ്റെ ചേട്ടൻ BS കരുണാകരനെയും അവിടെ മർദ്ദിച്ചിട്ട് തെങ്ങ് കെട്ടിയിരിക്കുകയാണ്. എന്നിട്ട് ചെമ്പിൽ വെള്ളം പൊഴുങ്ങുകയാണ്. ഇവരെ അതിനകത്തിട്ട് പൊഴുങ്ങുക. ഈ വിവരം അറിഞ്ഞിട്ട് ഇവിടുന്ന് പോവുക, അതൊന്നും നമുക്കറിയില്ല. ഇവരവിടെ ചെന്ന് അതിനെ നേരിട്ട് മോചിപ്പിച്ച് എന്നു. കാരണം അന്നത്തെ സ്ഥിതി കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ കൂട് വിട്ട് കൂട് മാറും, എന്തും ചെയ്യും എന്നൊക്കെയുള്ള ഒരു സ്ഥിതിയാണ്. അപ്പോൾ ആ പ്രകടനം എൻ്റെ ഞാൻ ആദ്യം കാണുമ്പോൾ ആ പ്രകടനത്തിന് നേതൃത്വം കൊടുത്തത് കൂത്താട്ടുകുളത്ത് മർദ്ദനമേറ്റിട്ട് ലോക്കപ്പ് മർദ്ദനമേറ്റ് മരിച്ചുപോയെന്ന് പറഞ്ഞ്
എന്താ പേപ്പട്ടി കടിച്ച് മരിച്ചെന്നോ മറ്റോ പർസിൽ തിറക്കി പുറത്ത് വിട്ട ഒരു രാഘവനാണ്. പക്ഷെ ആ രാഘവൻ അവസാന കാലത്ത് നമ്മുടെ പാർട്ടി വിട്ടു. അതിലാണ് എനിക്ക് മനസ്സിലാകാൻ ഒരു അങ്ങനെ ഒരു സ്ഥിതിയുണ്ട്. നമ്മൾക്ക് ആവേശം നൽകുന്ന ഒരു സ്ഥിതിയായിരുന്നു അന്ന് ആ പ്രകടനമൊക്കെ. അതുപോലെ തന്നെ നാട്ടിലൊരു കുടികിടപ്പ്. അതുകൊണ്ട് ഈ വിമോചന സമരവും ഒക്കെ ഉണ്ടായെങ്കിലും ആ കാലം പാർട്ടിക്കൊരു ആവേശമുള്ള കാലമായിരുന്നു. അതെ, SF-നുമല്ല. വലിയ വലിയ ആവേശത്തിലാണ് ഞങ്ങൾ. അവസാനം ഞങ്ങൾ വൈക്കത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനക്കാർ കൂടി ഒരു തീരുമാനമെടുത്തു. ചങ്ങനാശ്ശേരിയിൽ ബിഷപ്പ് ഹൗസിന് മുമ്പിലും NSSൻ്റെ മുമ്പിലും ഒരു പ്രകടനം നടത്തണം, ഞങ്ങൾ അവിടെ നിന്ന് പോകാം എന്ന തീരുമാനമെടുത്തു. അവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ നിന്ന് കുറേ പ്രവർത്തകരുണ്ട്. ഈ ഹൈസ്കൂളിൽ മാത്രമല്ല, കോളേജിലൊക്കെ പോയി കോളേജ് സമരത്തിന് നേതൃത്വം കൊടുത്ത പഴക്കാർ രവി, അങ്ങനെയൊക്കെയുള്ള ആളുകൾ അവിടെ ഉണ്ട്. കുറേ ആളുകൾ. അത് പിന്നീട് വന്ന ഫാത്തിമ കോളേജിലെ നേതാവാണ് പിന്നെ നമ്മുടെ താലൂക്ക് പ്രസിഡൻ്റായിട്ട് വന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കുറേ സെറ്റുണ്ട്. വെളിയിൽ പോയിട്ട് നടന്ന പ്രകടനം ഇല്ല. ഞങ്ങൾ പ്രകടനത്തിന് തീരുമാനിച്ചു എന്നുള്ള വിവരം കോട്ടയത്ത് അറിഞ്ഞ് KT ജേക്കബാണ് ജില്ലാ സെക്രട്ടറി പാർട്ടിയുടെ. അയാൾ പറഞ്ഞു ഇങ്ങോട്ട് വന്നു പോയി കൂടാ, അവർക്ക് തല്ലാൻ ആവശ്യമെങ്കിൽ ഞങ്ങൾ അവിടെ വന്ന് തരാം എന്ന് പറഞ്ഞു. സത്യത്തിൽ നമുക്കുള്ള വിവരക്കേടാണ് ആ ചെയ്തത്. കാരണം അന്ന് നമ്മുടെ EMS ആണോ മറ്റേതിനേക്കാൾ പ്രസംഗിക്കാൻ വന്നിട്ട് മാർക്കറ്റിനകത്ത് എന്താ അതിന് പറയുക, ഈ മുള്ളുണ്ടല്ലോ, അത് മുഴുവൻ നിരത്തിയ കാലമാണത്. അപ്പം നമ്മൾ ഇയാളൊക്കെ പാർട്ടിയാണ്. പോത്തനാണോ? കുളത്തിങ്ക പോത്തൻ ചങ്ങനാശ്ശേരിക്കാരനാണ്. ആ മാർക്കറ്റിൻ്റെ അടുത്തുമാണ് കുളത്തിങ്ക. ആ കുളത്തിൻ്റെ അടുത്തുള്ള അതാണ് കുളത്തിങ്കൽ. അപ്പോൾ ആ കുളത്തിങ്കൽ പോത്തനൊക്കെ എന്നാലും പാർട്ടി അതിൻ്റെ ഒരു നിൽക്കുന്ന സ്ഥിതിയാണ്. അപ്പോൾ പാർട്ടി വിമോചന സമരത്തിൽ ആ ഒരു രീതി നിൽക്കുമ്പോൾ അതിനെ അങ്ങനെ നേരിടാൻ ഞങ്ങളുടെ മനസ്സിൽ വൈക്കത്ത് ഞങ്ങൾ അത്ര ശക്തിയായിട്ട് നിൽക്കുകയാണ്. ഏത് രീതിയിലും അവസാനമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തലയോലപ്പറമ്പിൻ്റെ ഒരു കിഴക്കൻ ഭാഗത്ത് മാത്രമേ മറ്റവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഒരു പ്രകടനം വന്നാൽ ഞങ്ങളുടെയൊക്കെ സ്ഥലത്തുകൂടി, വീടിൻ്റെ സ്ഥലത്തു കൂടി പോകുന്ന ഒരു ഇത് മുദ്രാവാക്യം വിളിക്കാൻ അവർക്ക് കഴിയില്ല. അങ്ങനെയുള്ളൊരു അന്തരീക്ഷം വളർന്നു വന്നു. ഞാൻ താലൂക്കിലെ എല്ലാ സ്കൂളിലും പോകും. എനിക്ക് മുമ്പ് സെക്രട്ടറി ആയിരുന്ന ആൾ അത്രയും പോകുകയില്ലായിരുന്നു. ഞാൻ എല്ലാ സ്ഥലത്തും പോകുന്ന ഒരു സോമവർമ്മയായിരുന്നു താലൂക്ക് സെക്രട്ടറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാമക്കുഴി എന്ന് പറയുന്ന പർവ്വത്തിനടുത്തുള്ള സ്കൂളിൽ ഒരു പരിപാടിക്ക് പോകണമെന്ന് പറയാൻ കാരണം അത് ഏറ്റിരുന്നത് ഞങ്ങളുടെ അന്നത്തെ പ്രസിഡൻ്റായിരിക്കുന്ന മണികണ്ഠനാണ്. മണികണ്ഠൻ പിന്നെ അമേരിക്കയിൽ പോയൊരു സയൻറ്റിസ്റ്റാണ്. VK വേലപ്പൻ്റെ ഏട്ടനുമാണ്. അയാളാണ് ഫാത്തിമ കോളേജ് സമര നേതാവായിരുന്നത്. അയാൾ പിന്നീട് നമ്മുടെ മഹാരാഷ്ട്രയിൽ വന്നാണ് MSc കെമിസ്ട്രി പാസ്സായി. അത് കഴിഞ്ഞ് ആണ് വെളിയിൽ പോയത്. അപ്പോൾ അയാൾ വളരെ സജീവമാണ് എപ്പോഴും. അപ്പോൾ അയാൾ പ്രസംഗിക്കാൻ നേറ്റിരുന്നു. അപ്പോൾ അയാൾക്ക് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ പാർട്ടി സെക്രട്ടറി, കാരണം അവിടെ ആയതുകൊണ്ട് കുറച്ചുകൂടി അകലെയല്ലേ, അവരൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പാർട്ടി സെക്രട്ടറി പറഞ്ഞ് ആ യോഗത്തിലൊന്ന് പോകാൻ പറഞ്ഞു. ഞാൻ തോന്നുന്നു പെരുവ് വരെ അന്ന് ഏതോ ഒരു ബസ്സിൽ കയറി അവിടെ ഇറങ്ങി പെരുവയിൽ നിന്ന് നടന്നു പോവുകയാണ്. പെരുമ്പടവം ശ്രീധരനില്ലേ, പെരുമ്പടവം ശ്രീധരൻ്റെ വീടിൻ്റെ അടുത്തുകൂടി ആണ് വഴി. നമ്മുടെ ചെമ്മനം ചാക്കോടെയൊക്കെ അങ്ങോട്ട് അങ്ങനെ കയറിയിട്ട് വേണം അപ്പുറത്തോട്ട് പോകാൻ. ഒരു കുന്നിൻ്റെ മുകളിൽ ചെല്ലുമ്പോൾ കുറച്ച് പേര് അവിടെ നിൽപ്പുണ്ട്, വടിയും തടിയൊക്കെ ആയിട്ട്. എന്തോ കുഴപ്പമാണെന്ന് തോന്നി, കാരണം പല അനുഭവമുള്ളൂ. അവരെന്നോട് ചോദിച്ചു എവിടെ പോകാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്കൊരു ഷാപ്പിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഷാപ്പൊക്കെ വൈക്കംകാരാണ് നോക്കുന്നത്, വൈക്കം യൂണിയനാണ്. അപ്പോൾ
ഞാൻ എന്തോ വളരെ വേഗം പറഞ്ഞുകൊണ്ട് അവർ വലിയ ഇതൊന്നും ഒന്നുമില്ല. അല്ലെങ്കിൽ അവിടെ ഇട്ട് തല്ലി കൂലിയല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല. അവിടെ നിന്ന് പിന്നെ കയറി ഞാൻ സ്റ്റേജിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേ ഉമ്മാർ ആളെ കാണാഞ്ഞിട്ട് അന്വേഷിച്ച് വരിക. വന്നപ്പോൾ തെളിവ് കൂട്ടി പറഞ്ഞു എന്ന് പറഞ്ഞു, അവനാണല്ലോ അവിടെ നിന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായി. അവിടെ പിന്നെ ഇവരടുക്കുകയില്ല. ചെത്തൊഴിലാളികൾ ഈ അന്ന് അതൊക്കെ ഉണ്ട്, കത്തിയില്ലേ, കത്തിയൊക്കെ എടുത്ത് ചെത്തൊഴിലാളികൾ നിൽക്കും. എവിടെയും എല്ലാ സമരമുഖത്തും അവർ നിൽക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിദ്യാർത്ഥികൾ ചെത്തൊഴിലാളി സമരം വന്നപ്പോൾ അവരെ സഹായിക്കാൻ നിന്നിട്ടുണ്ട്. ഈ കേര കർഷക സംഘമൊക്കെ വരുമ്പോൾ അതിന് എതിരെ ഞങ്ങൾ പോയിട്ടുണ്ട്. തെങ്ങേറ്റ തൊഴിലാളിയുടെ സമരത്തിനും പോയിട്ടുണ്ട്. അതൊക്കെ ഒരു പ്രത്യേക അനുഭവങ്ങളാണ്. അന്ന് കൂടെ ഉണ്ടായിരുന്ന ഒരു ഔസപ്പിൻ്റെ തൻ്റെ ഇടം ഞങ്ങളുടെ എല്ലാം ചെറിയ ചെറിയ തോടാണ്. ഇന്ന് ഈ മറവന്തുരുത്ത് പഞ്ചായത്തിൻ്റെ എല്ലാ ചെറിയ ചെറിയ തോടുകളാണ്. അപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരിക, ഒരു തോടിൻ്റെ അപ്പുറം വരുമ്പോൾ പാലാ പിന്നെ ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ ഔസപ്പ് പാല ഇങ്ങോട്ട് വലിക്കും, പോലീസിനവിടെ നിൽക്കുകയെ നിവൃത്തിയുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് മുമ്പോട്ട് പോവാം. അങ്ങനെയൊക്കെ എല്ലാം വിദ്യാർത്ഥികൾ ചെയ്യുന്ന ചില പരിപാടികളാണ് അത്തരം കാര്യങ്ങളിൽ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ വിമോചന സമരം കഴിഞ്ഞ് കോൺഗ്രസ് അധികാരത്തിൽ വന്നു. പക്ഷെ അപ്പോഴേക്കും പാർട്ടിക്കുള്ളിലുള്ള ചേരുതിരിവ്, എൻ്റെ ചില ശബ്ദങ്ങളൊന്നും എപ്പോഴാണ് സഖാവ് ഇങ്ങനൊരു ഭിന്നത ഉണ്ട് എന്ന് ഞാൻ വിദ്യാർത്ഥിയുടെ പറഞ്ഞിട്ട് പോകുന്ന ഇല്ല നല്ലത്. ഞാൻ ഇവിടുന്ന് വെച്ചിട്ട് പിന്നെ നിർമ്മല കോളേജിലാണ് പോയി ചേർന്നത്, പ്രീ യൂണിവേഴ്സിറ്റിക്ക് ചേരുമ്പോഴും ഞാൻ SF-ൻ്റെ പ്രവർത്തകനാണ്. അപ്പോഴത്തേക്ക് ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായി. കോഴിക്കോട് സ്റ്റേറ്റ് സമ്മേളനത്തിൽ വെച്ച് എന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയിലോട്ട് എടുത്തു. ചന്ദ്രപ്പൻ സെക്രട്ടറിയും ആൻ്റണി തോമസ് പ്രസിഡൻറ്റും. പ്രസിഡന്റ് ആരാണ്? ആൻ്റണി തോമസ്, ചന്ദ്രപ്പൻ സെക്രട്ടറി. വൈസ് പ്രസിഡന്റുമാരും പ്രസിഡന്റുമാരും പിൽക്കാലത്ത് കന്യാപുരം രാമേന്ദ്രൻ, വട്ടിയൂർക്കാവ് രാമേന്ദ്രൻ, KN രാമേന്ദ്രൻ ജോയിൻറ്റ് സെക്രട്ടറി ആണോ എന്ന് സംശയമുണ്ട്. അർജുനൻ പിള്ള നമ്മുടെ കൊല്ലത്തുണ്ടായിരുന്നു, അയാൾ എൻ്റെ ട്രഷറർ. പിന്നെ കാക്കനാടൻ്റെ അനിയൻ അന്ന് ആ സമ്മേളനത്തിൽ പ്രതിനിധിയാണ്. അവർ പിന്നീട് ഇവരെല്ലാം അങ്ങനെ ഒരു വത്സല പ്രതിനിധിയാണ്, P. വത്സല. സ്റ്റേറ്റ് കമ്മിറ്റിയിൽ അവർ വന്നു, പക്ഷെ അവർ പിന്നെ കണ്ടിട്ടില്ല ഞാൻ കമ്മിറ്റിയിലും. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ ഒരു വലിയ ഇതായിട്ട് വരുന്ന ഒരു വിഭാഗമാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ എന്നാണ് ഇങ്ങനെ ഒരു ചേരുതിരിവ് പ്രത്യക്ഷപ്പെട്ടത്? സംഘടനയുടെ ഉള്ളിൽ ചേരുതിരിവ് കുറേ കഴിഞ്ഞിട്ടേ വന്നുള്ളൂ, വിദ്യാർത്ഥി സംഘടനയുടെ. ഞാൻ ആ കോളേജിൽ നിന്ന് വിട്ടിട്ട് പിന്നീട് പോയി ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൽ മാധവൻസിന് ചേർന്നു. അത് 60-ലായിരുന്നു. 60-ൽ വിമോചന സമരം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെയും ഇത് പറഞ്ഞ പോലെ ജയബാലമേനോനാണ് പ്രധാനം ഉണ്ടായിരുന്നു. അയാൾ കൽക്കത്തയ്ക്ക് പഠിക്കാൻ പോയി. സംസാരിക്കാൻ ആളില്ല. തെരഞ്ഞെടുപ്പിൽ ബാലചന്ദ്ര മേനോനും KV നാരായണൻ ദ്വയാംഗ മണ്ഡലത്തിൽ മത്സരിക്കുക. എനിക്ക് തോന്നി ശിവരാമഭാരതി അങ്ങനെ രണ്ടെണ്ണം എതിർക്കുന്നു. അപ്പോൾ പ്രസംഗിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഓടി കിടന്ന് പ്രസംഗിച്ചു. അതുകൊണ്ട് തന്നെ അവിടുന്ന് എന്നെ ഡിമോട്ട് ചെയ്തു. അങ്ങനെയാണ് മഹാരാജ് വന്നത്. അങ്ങനെ ചിറ്റൂർ കോളേജിൽ നിന്ന് ഈ ചിറ്റൂരെന്താ പോകാൻ കാരണം? അത് ഇത്ര ദൂരമുള്ളത്. ഞാൻ അന്ന് ചിറ്റൂരെന്ന് അറിയപ്പെടുന്ന സ്ഥലം അന്ന് ആയിട്ടല്ല, എന്തോ മാധവൻസിനോടൊക്കെയുള്ള താല്പര്യമൊന്നും എനിക്ക് മനസ്സിലുണ്ട്. അപ്പോൾ ഞാൻ ആ ശിക്ഷ വരുന്ന കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട് എനിക്കുന്നൊരു ജോൺ മുണ്ടശ്ശേരി എന്ത് സ്ഥലം മാറ്റിയാൽ ഞാൻ ധാർമ്മിക രോഷം വിമോചന സമരത്തിന് അനുകൂലം. PS വേലായുധൻ, അയാളും വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലാണ് നമുക്ക് ഇതിന് തിരിച്ചടി വന്നത്. എന്നുവെച്ചാൽ ഞാൻ വലിയ ബ്രില്യൻ്റായിട്ട് എന്നെ വിട്ട് ഇതെന്നുള്ളതല്ല, സാധാരണ അങ്ങനെ ചെയ്യാറില്ല. നമ്മളെവിടെ ഡിമോട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിയിലോട്ട് വന്നു. പിന്നെ അവിടുത്തെ ജീവനക്കാരുടെ സഹായം കൊണ്ട് അവരെന്നോട് പറഞ്ഞ് ഞങ്ങൾ പറ്റി തരാം, എല്ലാ TCയുടെയും കൂടെ ഇതും കൂടി എഴുതി വെച്ച് ഒപ്പിടിച്ച് ഞങ്ങൾ തരാം.
എവിടെയെങ്കിലും പോയി ചേർന്നോളാൻ പറഞ്ഞു. അവൻ ഡിമോട്ട് ചെയ്യാൻ ഇവിടെ സ്ഥലം വിട്ടു. ആ ഫസ്റ്റ് ഇയർ കിട്ടി. ഫസ്റ്റ് ഇയർ പോയി. ആ. അത് കഴിഞ്ഞ് ഞാൻ വന്ന് മഹാരാജസിൽ BA മലയാളത്തിന് ചേർന്നു. മലയാളത്തിൽ. അപ്പോൾ വീണ്ടും മഹാരാജസിൽ പഠിക്കുമ്പോഴായിരിക്കണം പാർട്ടിയിലുള്ള ഭിന്നത ചവിട്ടിലെത്തുന്നത്. അതെ, അതൊരു ഞങ്ങൾക്ക് ആരാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ച് ഗൗരവമായിട്ടിരുന്ന് വർത്തമാനം പറഞ്ഞത്? അല്ല, പാർട്ടി പ്രവർത്തനത്തിലെ ആദ്യത്തിലെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, എൻ്റെ ഒരു ചേട്ടൻ വാസുദേവൻ റെയിൽവേയിൽ ജോലിക്കാരനായിരുന്നു മദ്രാസിൽ. അപ്പോൾ പുള്ളി പാർട്ടി കാര്യങ്ങളൊക്കെ എഴുതി അയക്കും. അങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് നമ്മുടെ പാർട്ടിയിൽ എല്ലാവരും എല്ലാം പാർട്ടിയല്ല എന്നൊക്കെ എന്നോട് പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ആ ആശയം പുള്ളിയെ സ്വാധീനിച്ചു. ഏറ്റവും സജീവമായി നിന്ന വേറൊരു ചിറ്റമ്മയുടെ മകനുണ്ട്. ആ പുള്ളി സ്റ്റാലിനിസ്റ്റ് എന്നാണ് മാറിപ്പോകുന്നവരെ കുറിച്ചെന്ന് പറഞ്ഞത്. ഇത് കൃത്യമായിട്ട് ഇങ്ങനെയുള്ള എനിക്കൊരു അപ്പോൾ രാമമൂർത്തിയോ ചിന്തനോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല. പുള്ളി അന്നേരം ഇതിനെക്കുറിച്ചുള്ള അതാണെങ്കിൽ ആദ്യത്തെ ധാരണ. 60-ൽ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ സംഘടനയിൽ അന്നേരം SF എന്ന് തന്നെയല്ല, SL എന്നോ മറ്റൊരു പേരിട്ടിട്ടാണ് അവിടെ വർക്ക് ചെയ്യണത്. SF-ൻ്റെ യൂണിറ്റ്. അപ്പോൾ ഒന്നൊരു ചന്ദ്രനാണ് സെക്രട്ടറി. ഞാൻ വന്ന ഉടനെ തന്നെ എന്നെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു ഇത് നടന്നു. അത് കഴിഞ്ഞ് ഞാൻ ചന്ദ്രൻ മാറി ഞാൻ സെക്രട്ടറി ആവുന്നു. അങ്ങനെയുള്ള സമയത്ത് ഞങ്ങളെ ജില്ലയുടെ മറ്റു പ്രവർത്തനത്തിന് ജില്ലയുടെ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഞാൻ തന്നെയായി. SF-ൻ്റെ ജില്ലാ സെക്രട്ടറിയും പ്രസിഡൻറ്റും ആളില്ലാത്തൊരു സ്ഥിതി ആ സമയത്ത് വന്നു. അങ്ങനെയുള്ള ഒരു സമയത്ത് ഞാൻ ജില്ലയുടെ മറ്റെല്ലാ പ്രദേശത്തും പോകുന്ന സ്ഥിതിയിലായി. അപ്പം സത്യത്തിൽ അന്ന് കൂടുതൽ ബന്ധപ്പെടുന്നത് ലോറൻസാണ്. ടൗൺ സെക്രട്ടറിയാണ്. അപ്പോൾ ഈ മാറ്റത്തിൻ്റെ ശബ്ദം ലോറൻസിൽ വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് ലോറൻസ് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഗോവിന്ദപിള്ള പിന്നെ വിശ്വനാഥമേനോൻ അങ്ങനെ ആയോ എന്ന് എനിക്കറിയില്ല. ആളായെങ്കിലും ഈ രീതിയിലൊരു ഇതായിട്ട് വന്ന സംശയമാണ്. പക്ഷേ ഇവർ ഇങ്ങനെ ഒരു സെറ്റ് അവരുടെ ചർച്ച നടക്കുന്നുണ്ട്. ഇപ്പോൾ അത് പാർട്ടി പാലക്കാട് സമ്മേളനത്തിന് ശേഷം ഉണ്ടായിട്ടുള്ളതായിരിക്കണം. അത് ഉള്ളൊരു മാറ്റം വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു ചെറിയ 62 ഇന്ത്യ ചൈന ചർച്ച ഏറ്റുമുട്ടൽ വന്നല്ലോ. ഏറ്റുമുട്ടൽ വന്നപ്പം മഹാരാജാസ് കോളേജ് യൂണിറ്റിൽ അതിൻ്റെ പ്രശ്നം വന്നു. യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായിട്ട് KV ഭാനുജൻ, പിന്നീട് ഗുജറാത്തിലോ മധ്യപ്രദേശത്തോ ഗവൺമെൻറ് സെക്രട്ടറി ആയിരുന്നു. ഭാനുജൻ നാഷണൽ കൗൺസിൽ, കാരണം ആ കമ്മിറ്റിയിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നാഷണൽ കൗൺസിൽ എടുക്കുന്ന കാഴ്ചപ്പാട് മറ്റതൊക്കെ അനുസരിച്ച് ചർച്ചയും അതൊക്കെ നടക്കുന്നതാണ്. വിദ്യാർത്ഥി കമ്മിറ്റി. ഞങ്ങൾക്കൊരു ഫ്രാക്ഷനുണ്ട്. ഫ്രാക്ഷൻ അത്രയും ഇതായിട്ടില്ല. SRP ഉണ്ട്, BL SRP ഉണ്ട്. നമ്മുടെ ചന്ദ്രശേഖരപിള്ള അയാളായിരുന്നു കൺവീനർ ഫ്രാക്ഷൻ്റെ. പത്തനംതിട്ടയിലെ ആയാങ്കുർ ശങ്കരൻ അയാൾ ജോയിൻറ്റ് കൺവീനർ. പിന്നെ VA രാഘവൻ, രാമേന്ദ്രൻ കാൻഡിഡേറ്റായിട്ട് എടുത്തു, ധനഞ്ജയൻ, ഇത്തരം പേരൊക്കെ ഉള്ളൂ. ഞങ്ങൾ പിന്നെ മിക്കവാറും യോഗം കൂടുന്നത് രവിയുടെ വീട്ടിൽ വെച്ചായിരിക്കും. അതിൽ P ഗംഗാരൻ പങ്കെടുക്കും. പിന്നെ ഗംഗാരന്മാർ TK വന്നപ്പോൾ TK പങ്കെടുക്കും. ആ ഒരു സ്ഥിതി. പക്ഷേ ടൗണിൽ ലോറൻസ് ടൗൺ സെക്രട്ടറി ബന്ധപ്പെടുന്നു. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ഈ ചർച്ചയുടെ പ്രത്യേകത കൊണ്ട് തന്നെ ഇന്ത്യ ചൈന തർക്കം വന്നപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണ യോഗങ്ങൾ ഒന്നിച്ചിരുന്നു. അപ്പോൾ പാർട്ടിയുടെ ഒരു സ്റ്റാൻഡിൽ മറ്റേ ലൈൻ വിശദീകരിക്കുന്ന രീതിയിലാണ് ഒരു സെറ്റ് ആളുകൾ. അതിൽ K രാജൻ അത്ര വന്നിട്ടില്ല, എന്നാൽ CA മാത്യു, പിന്നെ ഒരു MP ഉണ്ടല്ലോ പൊടിയാണ് ഇത്, അദ്ദേഹമൊക്കെ അവരൊക്കെ വിശദീകരിക്കുന്നത്.
അതിനെതിരായി സംസാരിക്കാൻ ഞങ്ങളെ തന്നെ ലോറൻസ് ഒക്കെ തയ്യാറാക്കി ഞങ്ങൾ ഞായറാഴ്ചയിലും അവിടെയൊക്കെയുള്ള യോഗത്തിൽ ഞങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. വലിയ വിവരമൊന്നും ഉണ്ടായിട്ടില്ല, വിവരം വെച്ച് സംസാരിക്കും. 62 ദേശീയ കൗൺസിൽ പ്രമേയം വന്നില്ല, ഇതിനെക്കുറിച്ച് തീരുമാനം വരുന്നില്ല. അപ്പോൾ ഈ ഭാനുജൻ രാജിവെച്ചു, യൂണിസ് പ്രസിഡന്റ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് രാജിവെക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല അതിനകത്ത്, ഞങ്ങൾ ആരും രാജിവെച്ചില്ല. അതിനുശേഷം നാഷണൽ കൗൺസിൽ പ്രമേയം വന്നപ്പോൾ ഭാനുജൻ രാജി പിൻവലിച്ചു. ഞങ്ങളെല്ലാം എതിർപ്പായി, രാജിയൊന്നും പറഞ്ഞില്ല, ഞങ്ങൾ എതിർപ്പായി. പക്ഷേ ഇതനുസരിച്ചുള്ള അത് കഴിഞ്ഞ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ദേശരക്ഷാ റാലികൾ സംഘടിപ്പിക്കുക. ആ ദേശരക്ഷാ റാലിയിൽ ഒരു റാലി കൃഷ്ണയ്യരൊക്കെ ചെയർമാനായിട്ട് ആ റാലി സംഘടിപ്പിക്കുന്നത്. ആ റാലിയിൽ ഇവരൊരു മുദ്രാവാക്യം വിളിച്ചു, മഞ്ഞും മലയും മാനസ സരസും എന്നും നമ്മുടെ നാടാണ്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വിളിക്കില്ല. അപ്പോൾ പോലീസുമൊക്കെ കൂടി വന്നിട്ട് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉള്ള കോൺഗ്രസ് എല്ലാവരും ഞങ്ങളെ ഉടനെ അറസ്റ്റ് ചെയ്യണം, ഞങ്ങൾ കുറച്ച് പേരുണ്ട് താനും. ഇപ്പോൾ കൃഷ്ണയ്യർ പറഞ്ഞു അവർ പറഞ്ഞ തെറ്റില്ല, മറ്റൊരു രാഷ്ട്രത്തിലോട്ട് കയറുന്ന നമുക്കില്ല, നമ്മുടെ നാട് സംരക്ഷിക്കലാണ്, അതുകൊണ്ട് ആ രീതിയിലുള്ള ഇതില്ലയെന്ന് പറഞ്ഞു. അല്ലെ അപ്പം ഞങ്ങളെ അറസ്റ്റ് ചെയ്യും. അതിനുശേഷം ഒരു പ്രകടനം നടത്തുന്നതിന് മുമ്പിൽ നിന്ന് TK രാമകൃഷ്ണൻ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഖാദി ഏതാണ്ട് അതിൻ്റെ മുമ്പിൽ വെച്ച്. അന്നാണ് ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് ബാനർജി റോഡിലുണ്ടായിരുന്നു, അതടിച്ച് പൊളിച്ചു. ചൈനീസ് നമ്മുടെ മലയ റെസ്റ്റോറൻ്റ് ആയി തീർന്ന, പിന്നെ മലയ റെസ്റ്റോറൻ്റ് ആക്കി. അതെന്താണെന്നറിയോ, അവൻ വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് ഈ ചൈനീസ് റെസ്റ്റോറൻറ്റുകാരൻ. ആണോ? പിന്നെ അയ്യോ, നമുക്കൊക്കെ തരുമായിരുന്നല്ലോ സൂപ്പൊക്കെ ഫ്രീ ആയിട്ട്. അത് പിന്നീടുള്ളതായിരിക്കും. അന്ന് വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്. പക്ഷെ അവൻ്റെ ഈ ചൈന എന്ന പേര് ഉപയോഗിച്ചുകൊണ്ട് അവനെ അടിച്ചു പൊളിച്ചു. അന്ന് തുടങ്ങിയതായിരിക്കും നമ്മുടെ ഒരു സ്നേഹം. AKG പോയി രക്ഷിക്കാൻ പോയി അല്ലേ, അങ്ങനെയാണ് നടന്നത്. അപ്പം അതിൽ പിന്നെ ഞങ്ങൾ ഇങ്ങനെയുള്ളൊരു പ്രവർത്തനത്തിന് നമ്മൾ ബാക്കിയുള്ള യൂണിറ്റുകളൊക്കെ ബന്ധപ്പെടാൻ തുടങ്ങി. അങ്ങനെ ബന്ധപ്പെടുന്ന സ്ഥിതിയിലാണ് ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നാഷണൽ കൗൺസിൽ പ്രമേയം വിശദീകരിക്കാൻ ടാറ്റാപുരത്ത് വെച്ച് ഒരു ബ്രാഞ്ചോ ലോക്കൽ ജനറൽ ബോഡി, തൊഴിലാളികളല്ല, നമ്മുടെ ചന്ദ്രപ്പൻ ഞങ്ങളെയും കൂടി വിളിച്ചു. ഞങ്ങളെ ബോധ്യപ്പെടുത്തി. ചന്ദ്രപ്പനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ചന്ദ്രപ്പനോട് ഞങ്ങൾക്ക് വലിയ താല്പര്യമൊക്കെ ആണല്ലോ. ചന്ദ്രപ്പൻ വന്ന് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾ അന്ന് വിദ്യാർത്ഥി നേതാവ് നാഷണൽ കൗൺസിലൊക്കെ വരുമ്പോൾ ഒരു വലിയ ഞങ്ങൾ കൂടെ പോയി. ചന്ദ്രപ്പനാണ് രണ്ടാമത് മാരാഴ്ച എന്നെ സജീവമാക്കുന്ന ചന്ദ്രപ്പനാണ് കേട്ടോ. ചന്ദ്രപ്പൻ വന്ന് വിശദീകരിക്കാനങ്ങ് തുടങ്ങിയപ്പോൾ ഓഡിയൻസിൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ നിന്ന് നവയുഗം ഉയർത്തി കാണിച്ചുകൊണ്ട് എഴുന്നേൽക്കുക. അപ്പോൾ സഖാബേ ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അപ്പോൾ ഈ ലോറൻസിൻ്റെ വർക്ക് താഴെ പോയിട്ടുണ്ട്. എല്ലാവരും നവയുഗമായിട്ട് മക്മോഹൻ രേഖ എങ്ങനെ, ഏതാണ് കൊളോണിയൽ ഭരണാധികാരികളുടെ ആ രേഖ, അതാണോ, എന്തുദ്ദേശത്തില്ല, ഏതാണെന്ന് ചോദിച്ച് എഴുന്നേറ്റങ്ങ് നിൽക്കുക. ഇതൊക്കെ ഒരക്ഷരം മിണ്ടാനില്ല, ഒരു മറുപടി പറയാൻ കഴിയുന്നില്ല. ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ വന്നയാൾക്ക് ഈ ഒരു ഇത് വരുന്നു.